മോർണിംഗ് ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മളെ ഈ ഫസ്റ്റ് ബാച്ച് മഞ്ചേരിക്കുള്ളൻ അത് ഏകദേശം 350 വാഴകളോളം ഉണ്ട്. അതിൽ ഏകദേശം ഒരു 200ഓളം വാഴകൾ പന്നി കുത്തി നശിപ്പിച്ചിരുന്നു. അപ്പോൾ ആ വാഴകളൊക്കെ ഇന്ന് രണ്ടാം വളം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നിറയെ മഴ കാരണം നന്നായി പുല്ല് വന്നിട്ടുണ്ട് ഏരിയയിൽ. അപ്പോൾ ആദ്യം പുല്ല് ചെത്തി ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ മിക്സർ കൊടുത്തിട്ട് പിന്നെ പുല്ല് മണ്ണും കയറ്റിടുന്ന രീതിയിലാണ് പണി ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മളെ വാഴത്തോട്ടത്തിൻ്റെ ഒരു അവസ്ഥ. ഈ കോലത്തിൽ കാട് മൂടി കിടക്കുന്ന വാഴത്തോട്ടത്തിനാണ് ഇനി നമ്മൾ രണ്ടാം വളം കൊടുത്ത് രക്ഷിച്ചെടുക്കേണ്ടത്. ഈ തോട്ടത്തിൽ തന്നെ പല രീതിയിലുള്ള വലിപ്പമുള്ള വാഴകളുണ്ട്. കാരണം അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മളെ വാഴത്തോട്ടത്തിൽ ഏകദേശം 200ഓളം കന്നുകൾ പന്നി കുത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോ വിഷയിലൊക്കെ നമ്മളെ ചാനലിൽ ഞാൻ മുമ്പിട്ടിരുന്നു. നമ്മൾ ഒരുമിച്ച് കന്ന് വെച്ചതിന് ശേഷം പിന്നെ അതിൽ ഇടയിൽ 1-2 കന്നുകളൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഏകദേശമൊക്കെ ഒപ്പം കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഒരു 10-200 കന്നൊക്കെ പിന്നെ തൈകളൊക്കെ ഒരു 2 മാസം കഴിയുമ്പോൾ പന്നി കുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ നമുക്കൊരു വേറൊരു ബാച്ചായിട്ട് അതിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മൊത്തം നമുക്ക് ആ ഒരു ഫ്ലോട്ടിലുള്ള കൃഷി, പിന്നെ വളം ചെയ്യൽ, അതുപോലെ തന്നെ മണ്ണ് കയറ്റൽ, കളപറിക്കൽ, ഇതൊക്കെ വളരെ പിന്നെ പ്രയാസം നേരിടുന്ന ഒരവസ്ഥ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തോട്ടത്തിൻ്റെ മൊത്തം ഒരു വിഷയമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഏകദേശം ഈ ഭാഗത്തൊക്കെ ഏകദേശം ഒരേ പ്രായത്തിലുള്ളതാണെങ്കിൽ കൂടിയിട്ട് ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ച ഭാഗമൊക്കെ കുറച്ച് വലിയ വാഴകളുണ്ട്. ഒരു സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ വർക്ക് വരുന്ന സമയത്ത് എനിക്കൊറ്റക്ക് ഈ ജോലികളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ 2 പേരെ പണിക്ക് വിളിക്കും. കാരണം 2 പേരെ വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം ഇവിടെ ഒരു 350 വാഴ ഉണ്ട്. ഏകദേശം 2-3 ദിവസത്തെ പണി വരും. അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഏരിയയിലുള്ള മൊത്തം പുല്ലുകളും ഇളക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ മിക്സറിട്ടിട്ട് പിന്നെ വളം ചെയ്യണത്. വളം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും മണ്ണ് തട്ടി കൂട്ടി കൊടുക്കും. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ രണ്ടാം വളം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഏരിയകളൊക്കെ അവർ കളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള മിക്സർ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊട്ടാഷ്, യൂറിയ, അതുപോലെ തന്നെ കുറച്ച് രാജ്ഫോസ്, ഇങ്ങനെ പൊട്ടാഷും യൂറിയും ഒരു 100-ഉം 150-ഉം എന്നുള്ള റേഷ്യോയിലാണ്. കാരണം ഇതിൽ നമുക്ക് 100-150 കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ ജൈവവളമായിട്ട് ആട്ടുംകാഷ്ടം പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ കോഴിക്കാഷ്ടമാണ് ഇടണമെന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം ഇടുമ്പോൾ നമ്മൾ യൂറിയ കുറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂറിയയുടെ അത് ഏറിക്കഴിഞ്ഞാൽ ഇലക്ക് മഞ്ഞ കളറ് കരിച്ചിലൊക്കെ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം ബാച്ചിൽ നമ്മൾ ജൈവവളമായിട്ട് യൂറിയ കോഴിക്കാട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ യൂറിയ കുറച്ചിട്ടാണ് നമ്മൾ വളം ചെയ്തിട്ട്, എന്നാലും അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടാം ബാച്ചിൻ്റെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ആ രണ്ടാം ബാച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മിക്സർ ഇങ്ങനെ യൂറിയ പൊട്ടാഷ് മിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ കൊടുത്ത് സെപ്പറേറ്റ് വാങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുന്ന രൂപത്തിലാണ് ഈ ചെയ്യണത്. ഇനി 3-ാം വളം നമ്മൾ പാൻറ്റ് പിന്നെ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നാനോ വളങ്ങളിലേക്ക് മാറാനുള്ളൊരു പദ്ധതി കൂടി ഇപ്രാവശ്യം ഉണ്ട്. നമുക്ക് ഈ 2-ാം വളം കൂടി മണ്ണിൽ കൊടുത്തതിന് ശേഷം നാനോ വളം ആവശ്യമുള്ള എന്താണോ നോക്കിയതിന് ശേഷം ഇലയിൽ സ്പ്രേ ചെയ്യേണ്ട രീതിയിലാണ് ഈ ഇപ്രാവശ്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേത് കൂലിച്ചെലവ് നല്ലൊരു ചിലവ് വരും. കാരണം ഇത്രയും 600 വാഴ പിന്നെ മിക്സറിട്ട് വരുമ്പോൾ എന്തായാലും ഒരു 8 ദിവസത്തെ ജോലി വരും. അപ്പോൾ ഏകദേശം 8000 രൂപയുടെ അടുത്ത് കൂലി മാത്രം വരും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് പിന്നെ ചെയ്യുന്ന എഫേർട്ട് അത് വേറെയും വരും. അപ്പോൾ മാക്സിമം വാഴക്കൃഷിയിൽ നമ്മൾ കൂലിച്ചെലവുകൾ കുറക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം വർക്ക് ചെയ്യാൻ തയ്യാറാവണം. എന്നാലുള്ളൂ ഇന്നത്തെ കാലത്ത് കൃഷി ലാഭം. അല്ലെങ്കിൽ നമുക്ക്
വലിയൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിലും നമുക്ക് ക്ഷീണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ വളമൊക്കെ ഏകദേശം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളത് അവർ ചെത്തി ഇറക്കിയിട്ടുള്ള തടത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൂലിക്ക് ആളെ വെക്കുകയാണെങ്കിലും മാക്സിമം അവർ ചെയ്യുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന പണികൾ നമ്മൾ തന്നെ മാക്സിമം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മിക്സർ, അതുപോലെ തന്നെ വളം ചെയ്യുക, ഈ സമയത്തൊക്കെ നമ്മൾ തന്നെ ചെയ്യലാണ് ഏറ്റവും നന്നാവും. കാരണം നമ്മൾ വിളിച്ച ആളുകൾ, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ, അവർ ആ വർക്ക് വേഗം തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളങ്ങളൊക്കെ പല തോന്നിയ രീതിയിലൊക്കെ അപ്ലൈ ചെയ്യും. കാരണം പ്രത്യേകിച്ച് വാഴയൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു 1.5 അടി വിട്ടിട്ട് വേണം ഇങ്ങനെ രാസവളമൊക്കെ ചേർക്കാൻ. കാരണം പുതുതായിട്ട് പിന്നെ രണ്ടാം വളമൊക്കെ ചെയ്യുന്ന സമയത്ത് വേരുകളൊക്കെ മുകളിൽ വരെ കാണുന്ന വേരുകളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നന്നായി. ഞാൻ കറക്റ്റ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ കപ്പ് കറക്റ്റാണ്, ഒരു 250 ഗ്രാം പിന്നെ രാസവളം കൊള്ളുന്ന രൂപത്തിലുള്ള അളവിലുള്ളൊരു പാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ഓരോ കപ്പ് ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇടുമ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു 1.5 അടി വിട്ടിട്ട് റൗണ്ടിൽ തന്നെ ഇടുക. മാക്സിമം ആ വാഴയുടെ വേരുകൾക്ക് കിട്ടുന്ന രൂപത്തിലുള്ള അളവിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മണ്ണ് രണ്ടാമത് കൂട്ടി കൊടുക്കുമ്പോൾ അതിൽ മിക്സറിൻ്റെ ഇട്ട ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ, അതുപോലെ തന്നെ ആ ചെത്തി ഇറക്കിയ പുല്ലുകളൊക്കെ കയറ്റിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ മൂടിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധിച്ച് പോരണം. അപ്പോൾ നമ്മൾ പിന്നെ മിക്സറിട്ട് പുല്ല് വരണ്ടി കയറ്റി അതിന് മുകളിൽ മണ്ണ് എറിയുന്ന പരിപാടിയാണ്, മണ്ണിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കത് ഇട്ടത് വളരെ ചെറുതായിട്ട് പുല്ലൊക്കെ അവിടെ ഇവിടെയും കാണുന്നുണ്ടെന്ന് തോന്നലുള്ള. ഇപ്പോൾ രണ്ടാമത് നമ്മൾ അവരെ കൊണ്ട് നല്ല ഫിനിഷായിട്ട്, അതായത് നമ്മൾ പറിച്ചൊഴിവാക്കുന്ന പുല്ലുകൾ, ചെത്തി ഇറക്കിയ പുല്ലുകൾ ഒരിക്കലും കാണാത്ത രൂപത്തിൽ നല്ല ഫിനിഷിങ്ങിൽ മണ്ണിടാൻ തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഏകദേശം കഴിഞ്ഞ ഭാഗങ്ങളിലുള്ള ഒരു വിഷലാണിത്. നമ്മൾ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് പണിയെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിലും കഴിഞ്ഞ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെക്കാട്ടിലും അറിവും പരിചയമുള്ള ഒരുപാട് വാഴക്കർഷകരുണ്ട്. ഒരഭിപ്രായം കൂടി ഒന്ന് ഇങ്ങനെ തന്നെ അല്ലേ ചെയ്യേണ്ടല്ലേ, ഇതിലപ്പുറം ഉണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഏകദേശം നമ്മളെ മൊത്തം പിന്നെ വാഴത്തോട്ടത്തിലെ 350 വാഴകളുടെയും വളം ചെയ്ത് മണ്ണ് കയറ്റൽ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വിഷയമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നമുക്ക് പച്ചക്കറിക്ക് വേണ്ടിയിട്ടേ കുറച്ച് സ്ഥലം ഇവിടെ ഇങ്ങനെ ഒഴിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ വാഴ വെച്ചിരുന്നു, പക്ഷേ ആ വാഴ ഉണ്ടായില്ല. അവിടെ ഒരു കാനലുള്ള കുറച്ച് സ്ഥലം വന്നപ്പോൾ അതിപ്പോൾ വെട്ടി ഒഴിവാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം വഴുതന, മുളകൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ഒഴിച്ചിട്ട സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ രണ്ടാം വളം ചെയ്ത സമയത്ത് നമ്മൾ വാഴ വെക്കുമ്പോൾ ഏകദേശം എല്ലാ ഏരിയകളും സിംഗിൾ ഏരിയകളായിരുന്നു. അപ്പോൾ അത് സിംഗിൾ ഏരിയകളാകുമ്പോൾ നമുക്ക് ചാലുകൾ കൂടുതൽ വരും ചെത്തിയിറക്കാനും ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടാം വളം ചെയ്ത സമയത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഏകദേശം ഡബിൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ തന്നെ 2 അറ്റത്ത് വാഴ വരുന്ന രൂപത്തിൽ, അതേപോലെ തന്നെ ചില സ്പേസുകളൊക്കെ നമ്മൾ 3 പിന്നെ ഏരിയ വാഴക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു തടം എന്നുള്ള രൂപത്തിലേക്കൊക്കെ മാറ്റിയിടുക. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പന്നി കുത്താത്ത കുറച്ച് വാഴകൾ, ഏകദേശം ഒരു 10-35 വാഴകൾ കുലച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വേനൽ കൊലയാണ്, ആകെ 4 പടലകളാണ്. അതിൻ്റെ ഈ പിന്നെ തണ്ടുകളൊന്നും, പിന്നെ വാഴയുടെ കൊലയുടെ തണ്ടൊന്നും വലിയ കരുത്തില്ല. അത് പിന്നെ നമ്മൾ വെള്ളം നനച്ച് കൊടുത്തിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് വാഴക്ക് കരുത്തുണ്ടായിരുന്നില്ല. അപ്പം മഴ പെയ്തതിന് ശേഷമാണല്ലോ നമ്മളെ വാഴ ഒന്ന് തെളിഞ്ഞ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. പന്നി കുത്താത്തത് ഏകദേശം ഒരു 10-30 വാഴകളെ കുലച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയൊക്കെയുള്ള കൊലകൾ കണ്ടോ, ഇതൊന്നും പടലകൾ കൂടുതലില്ല. അതുപോലെ തന്നെ വാഴ കൊലക്ക് വലിയൊരു കരുത്തും കാണുന്നില്ല. പന്നിശല്യം സ്ട്രോങ് ആയി കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേലിയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. കുറച്ച് ചെറുതായിട്ട് പൈസയൊക്കെ നമുക്ക് ചിലവാണെങ്കിൽ നമ്മളെ തൊട്ടപ്പുറത്തെ കർഷകൻ, നമ്മുടെ ഒരു ഉമ്മറാക്കുണ്ട്, മൂപ്പരും നമ്മളോടൊപ്പം കൂടി ഞാൻ കൃഷി സ്ഥലത്തില്ലാത്ത സമയത്ത് എനിക്ക് കഴുങ്ങ് പൊളിച്ച് കുറേ തറികളൊക്കെ അടിച്ചു തന്ന്. അതുപോലെ തന്നെ ഞാനിതിന് 12-ൻ്റെ കമ്പിയാണ് ആദ്യം ഫ്രെയിമിന് വേണ്ടിയിട്ട് അടിച്ചിരുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ മീറ്റർ അകലത്തിൽ
കമ്പി നാട്ടിയത്. ഈ പൊന്തിന്നൊക്കെ പിന്നെ പാമ്പ് ഇഴജന്തുക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് പന്നികൾ ഓട്ടത്തിനിടയിൽ ഇടിച്ച് കയറുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നമ്മുടെ അടുത്ത് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേലി കെട്ടിയുന്ന കുറച്ച് വല, ആ പച്ച നെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിലുപരിയായിട്ട് ഇതിൽ വേലിക്കമ്പി നമ്മളൊരു 5 ലെയറായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 5 ലെയറായിട്ട് വേലിക്കമ്പി കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ നെറ്റ് മൊത്തത്തിൽ വിരിച്ചിട്ട്. ഈ നെറ്റ് ഏകദേശം ഒരു 400 മീറ്ററോളം അകലത്തിൽ 400 മീറ്ററോളം അങ്ങനെ നീണ്ട് ഈ നെറ്റുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നേരത്തെ കാണിച്ച നമ്മളെ സെക്കൻഡ് ഹാൻഡ് മീൻ വലകളും കെട്ടിയിട്ട്. ഈ വേലി ശരിക്കും സത്യത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ വലകൾ വേണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അഭിപ്രായങ്ങൾ നമ്മുടെ കർഷകരുള്ള അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം. വീഡിയോ കാണുന്ന കർഷകർ അവരുടെ അഭിപ്രായം അറിയിക്കണം. നമ്മളെ കൃഷി സ്ഥലത്തുള്ള ഒരു ഷെഡിൻ്റെ വിഷ്വൽ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു, നമുക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള. അതേപോലെ തന്നെ പിന്നെ ഈ ഭാഗത്തില്ലെങ്കിലും നമ്മൾ കുറച്ച് ഭാഗത്ത് ഏകദേശം ഒരു 10-250 തടം ചേന നമ്മളിതിൽ നട്ടിരുന്നു. ആ ചേന നട്ട സമയത്ത് നമുക്കിതിന് പൊത കൊടുക്കാൻ ചപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു. ഗജേന്ദ്ര ചേനയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ചേനകളൊക്കെ ഏകദേശം നമ്മൾ വെച്ച എല്ലാ കുഴിയിലുള്ള ചേനകളും മുളച്ച് നന്നായി അതിൻ്റെ തണ്ടും ഇലകളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അത് ഇടവേളയായിട്ട് നമ്മൾ ഈ വാഴത്തോട്ടത്തിൽ ചേനയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ സെക്കൻഡ് ബാച്ച് വാഴത്തോട്ടത്തിൽ നമ്മൾ മഞ്ഞളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചേനയുടെ പിന്നെ വിശേഷങ്ങളെ കുറിച്ച്, ചേന എവിടെ നിന്നാണ് വിത്ത് കിട്ടിയെന്നും ഏത് ഐറ്റം ചേനയാണ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരത് കാണുക. അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ വാഴത്തോട്ടത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്. ഏകദേശം മൊത്തത്തിൽ കാണുമ്പോൾ പിന്നെ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ കീടങ്ങളുടെ ആക്രമമോ പിന്നെ ഇലകരിച്ചിലോ നമ്മളെ വളപ്രയോഗത്തിലുണ്ടായ പിന്നെ തെറ്റായ വളപ്രയോഗത്തിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. ഇലകരിച്ചിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ എങ്കിലും മാണവണ്ടിൻ്റെയൊക്കെ ശല്യം മഴ കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ ചാലിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നതാണ് നമുക്ക് വാഴ കർഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചാലിൽ നിന്നുള്ള വെള്ളങ്ങൾ പാസ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യണം. കാരണം ഇപ്പോൾ ഈ വേനലാകുമ്പോൾ നമുക്ക് ഈ വെള്ളം പാസ് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഏകദേശം നമ്മളെ ചേനയുടെ വിശലാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചേനകളൊക്കെ നന്നായിട്ട് ഏകദേശം എല്ലാ ചേനകളും മുളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തോട്ടത്തിൻ്റെ മൊത്തം വിശൽ. ഈ ഒരു കരുത്തോടെയും ഈ ഒരു തെളിച്ചത്തോടെയും ഈ വാഴത്തോട്ടം നമ്മളോടൊപ്പം നിന്ന് പോരുകയാണെങ്കിൽ നല്ല കൊലകൾ, അതുപോലെ തന്നെ അത്യാവശ്യം പടലകളുള്ള നല്ല മഞ്ചേരിക്കുള്ളൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി കൊലകൾ തന്നെ നമുക്ക് കിട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ 2 വളമാണ് നമ്മൾ മണ്ണിൽ കൊടുത്തിട്ടുള്ളത്. 3ാമത്തെ വളം ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 4 ഐറ്റം പിന്നെ രാസവളങ്ങൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൽ ഹുമിക്ക് അടക്കം, അതായത് വേരിന് കരുത്തും വേര് ചീയലും കൊഴുവക്കാൻ വെള്ളത്തിൽ പിന്നെ ലയിപ്പിച്ചുകൊണ്ട് വെള്ളം ഈ വാഴയുടെ തടത്തിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാഴ കർഷകരിൽ നിന്നുള്ള ഒരു പിന്നെ അറിവും കൂടി നേടിയതിന് ശേഷമാണ് ആ 3ാം വളം നമ്മൾ ഫോളിയറായിട്ട് പരീക്ഷിക്കാൻ നിൽക്കുന്നത്. എന്തായാലും വാഴത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ വീണ്ടും കാണിക്കും. അപ്പോൾ ഈ വാഴത്തോട്ടത്തിൻ്റെ അടുത്ത വളം ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ വരും. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, അതിലെന്തൊക്കെ രാസവളങ്ങളാണ് ചേർക്കേണ്ടത്, അതുപോലെ തന്നെ വാഴക്ക് പിന്നെ കീടങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ളത് എന്താണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ പിന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വാഴക്കൃഷിയുടെ ഇതുവരെയുള്ള നമ്മുടെ ഫസ്റ്റ് ബാച്ച് വാഴക്കൃഷിയുടെ ഇതുവരെയുള്ള വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഏകദേശം മൊത്തത്തിൽ കാണുമ്പോൾ നമ്മളെ വാഴയുടെ പന്നി കുത്തിയ ഭാഗങ്ങളൊന്നും നമുക്കിപ്പോൾ ശ്രദ്ധയിൽ പെടില്ലെങ്കിൽ കൂടിയിട്ട് ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് വാഴകൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു തോട്ടം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പന്നി ശല്യം ഉള്ള സമയത്ത്
നമ്മൾ വളരെ ആശങ്കയോടെ ഇനിയിപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് പന്നി അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നുള്ളൊരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സോളാറിൻ്റെ മ്യൂസിക് ലൈറ്റ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ 1-2 കർഷകരോട് ചോദിച്ചപ്പോൾ അത് കുറേയൊക്കെ ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അറിവും കൂടി കിട്ടിയപ്പോൾ നമ്മൾ എന്തായാലും അത് വാങ്ങാൻ തീരുമാനിച്ചു. 1000 രൂപക്കാണ് നമ്മളിത് ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 12 അടി ഹൈറ്റുള്ളൊരു മുളയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രാത്രി ഇങ്ങനെ ലൈറ്റ് മിന്നുന്നതോടുകൂടെ പന്നിയുടെ ശല്യം കുറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ കൃഷിയുടെ വിശേഷങ്ങളുമായി വളരെ വലിയൊരു വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി നിങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ മോർണിംഗ് ഫാമിലെ കൃഷിയുടെ വിശേഷങ്ങളുമായി മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.